ഹായ് ഗായ്സ്, ഞങ്ങൾ രാവിലെ തന്നെ കക്കാടമ്പുഴയിലേക്ക് പോകുന്നു. ഓക്കെ, ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ താഴെയുള്ള കടമ്പയിൽ കയറിയ പിന്നെ കടകളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ താഴത്തുനിന്ന് പൊറാട്ടയും ചായയും കഴിച്ചിട്ടോ. പൊറാട്ടയും ബാജിക്കറിയും കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വിട്ട് റോഡൊക്കെ നല്ല അടിപൊളി റോഡാട്ടോ. കുറച്ച് കയറ്റുണ്ടെങ്കിൽ പക്ഷെ നല്ല അടിപൊളി റോഡാട്ടോ. പിന്നെ നമ്മൾ പോണ വഴി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ. ഇപ്പം നമ്മൾ മുകളിലേക്ക് കയറും തോറും നല്ല വ്യൂ ഇങ്ങനെ നല്ല കാണാട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ കാടായിട്ട് വ്യൂ കാണാം. ഒരു സൈഡിൽ രണ്ട് സൈഡിൽ റബ്ബർ തോട്ടാട്ടോ ഒരു ഭാഗത്ത്. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല മലനിരകളൊക്കെ ഇങ്ങനെ അടുത്ത് വരുന്ന പോലെ തോന്നും. പക്ഷെ നല്ല വ്യൂ ആട്ടോ. ഞങ്ങൾ കുറച്ച് സമയം വൈകി പോയി കേട്ടോ അവിടെ എത്തിയപ്പോൾ. അപ്പത്തിന് ഏകദേശം വെയിലായിട്ടുണ്ട്. അപ്പോൾ വ്യൂ കുറച്ച് കുറവ്. എന്നാലും കോട അങ്ങനെ പോണ സമയം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. പിന്നെ അധികം വലിയ ടൗണുകളൊന്നും അവിടേക്ക് എത്തുന്ന സൈഡിലൊന്നും ഇല്ല കേട്ടോ. ചെറിയ കടകളാട്ടുള്ളത്. ഞങ്ങൾ മോളെയും കൊണ്ടാ പോയിന്. അപ്പോൾ അവൾക്ക് കഴിക്കാനുള്ളതും കൂടി വാങ്ങിയിട്ടാട്ടോ ഞങ്ങൾ താഴെ അവിടെ കടയിൽ നിന്ന് വാങ്ങിയിട്ടാട്ടോ ഞങ്ങൾ മേലോട്ട് കയറിയത്. അവിടെ കക്കടമ്പയിൽ അവിടെ ഞങ്ങൾ കുരിശുമലയിൽ അവിടെ എത്തിയപ്പോൾ അവിടെ അതിൻ്റെ താഴെ വരെയുള്ളൂ കേട്ടോ വണ്ടി പോവുള്ളൂ. പിന്നെ നമ്മൾ ജീപ്പിലോ അല്ലെങ്കിൽ നടന്നിട്ടോ കയറണം കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് നമുക്കൊരു കുറേ ആയില്ലേ അങ്ങനെ നടക്കലൊന്നുമില്ലല്ലോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് നടന്ന് കയറാന്ന് കേട്ടോ വിചാരിച്ചിന്. കുരിശുമലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യപ്പെട്ടു. ഈ 1 കിലോമീറ്റർ അധികം നടക്കാനുണ്ട്. എത്തോന്നും അറിയില്ല. ഏതായാലും നടന്നു നോക്കട്ടെ. ഇത് നിച്ചോ മോളാട്ടിയും കഴിഞ്ഞാണ് കുഞ്ഞട്ടി. എന്നാലും ഭാഗ്യപ്പെട്ടാണ്. ജീപ്പിൽ കയറിയാലൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ നല്ല ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ കേട്ടോ. നല്ല ഭയങ്കര കുത്തനുള്ള കയറ്റായതിനോട് പിന്നെ നല്ല റോഡല്ലാത്തതിനോട് തന്നെ നല്ല ഓഫ് റോഡ് നല്ല എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടോ ജീപ്പിൽ വന്ന ആൾക്കാർ. നടക്കാൻ കുറച്ച് കയറ്റായതിനോട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ നടന്ന് കയറാൻ. പിന്നെ അങ്ങനെ നിരപ്പായ സ്ഥലമൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഫുള്ള് ഇങ്ങനെ കയറ്റം കയറി ഇങ്ങനെ പോകണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം കിതപ്പുണ്ടായിന് കേട്ടോ. നമ്മൾ അങ്ങനെ നടക്കാത്തതിനോട് തന്നെ നമ്മൾ നല്ല കിതപ്പുണ്ടായിന് നമുക്ക് കേട്ടോ. പിന്നെ കയറ്റം കയറി അവിടെ എത്തിയാൽ പിന്നെ അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. നമുക്ക് അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊന്നും അറിയൂല. മേലെ എത്തിയാൽ നല്ല കാറ്റുമാണ്. പിന്നെ ഞങ്ങൾ പോയപ്പോൾ വെയിൽ വരുന്നേ ഉള്ളൂ. നല്ല ക്ലൈമറ്റാണ്. വെയിലുണ്ട് എന്നാലും കാറ്റിനോട് അങ്ങനെ ചൂട് അറിയൂല ഇനി. പിന്നെ നമ്മൾ ജീപ്പിൽ വരികയാണെങ്കിലും ഈ കുരിശുമലേൻ്റെ താഴെ വരെ ജീപ്പ് വരുള്ളൂ. പിന്നെ അതിൻ്റെ മേലോട്ട് നടന്ന് കയറാനുള്ള വഴിയായിട്ടുള്ളത്. നമ്മൾ ജീപ്പിൽ കയറിയിട്ട് പിന്നെ മല കയറണമെങ്കിൽ പിന്നെയും നടക്കണം കേട്ടോ. മേലോട്ട് കുത്തനുള്ള ഇങ്ങനെ ഇടവഴി പോലുള്ള അതിലിങ്ങനെ നടക്കണം കേട്ടോ. പാറിൻ്റെ മേലെ കൂടെ അങ്ങനെ നടക്കണം. പിന്നെ അതിൻ്റെ മേലെ നിന്ന് നോക്കിയാൽ 4 ഭാഗത്തും നല്ല അടിപൊളി വ്യൂ ആട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ആ നടന്ന ക്ഷീണം ഒന്നും അറിയൂല കേട്ടോ. അപ്പോൾ തണുത്ത കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ നമ്മളതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ നമുക്ക് മേലോട്ട് ഇങ്ങനെ കയറി അതിൻ്റെ വ്യൂ ഒന്നും കൂടി മേലോട്ട് കയറി ഇങ്ങനെ അതിൻ്റെ വ്യൂ ആസ്വദിക്കാനേ തോന്നുള്ളൂ കേട്ടോ.
പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് വേറൊരു മല കയറാണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാരെ കണ്ടു കേട്ടോ. അതിന് മേലെ അവിടേക്കും ജീപ്പ് താഴെ വരെ പോവുള്ളൂ. അത് ഇതിനേക്കാട്ടിൽ ഹൈറ്റ് കൂടിയതാട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ നിന്നാൽ നമ്മൾ കുറേ ഹൈറ്റ് ഉണ്ടായതിനോട് തന്നെ താഴോട്ട് നല്ല വ്യൂ ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ കുരിശുമലയെക്കാട്ടിലും ഹൈറ്റ് കൂടിയ മല അതിനോട് അവിടെ നിന്ന ആൾ പറഞ്ഞത് അങ്ങനെ കേട്ടോ. താഴോട്ട് നല്ല വ്യൂ ഉണ്ട് എന്നാട്ടോ പറഞ്ഞത്. ഞങ്ങൾ കുരിശുമലൻ്റെ അടുത്തെത്തി. മുകളിൽ കയറാൻ കുറച്ച് പണിയാണ്. വൈബാണ്. കയറി ക്ഷീണമൊന്നും ഇവിടെ എത്തിയാലുണ്ടാവില്ല. അടിപൊളി വൈബ്. ഇറങ്ങുമ്പോൾ അതിനാട്ടി വല്ല ക്ഷീണോ കാലുവേദന ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എത്തിപ്പെട്ട സ്ഥലം കുരിശുമല. ഇവിടെ എത്തി. സംഭവം ഇവിടെ ടോപ്പ് വൈബാണ്. അടിപൊളി വൈബാണ്. ഇതെവിടെയാ നല്ല വൈബല്ല. ഇവിടെ സൂപ്പർ വൈബാണ്. ഓക്കെ. പിന്നെ നമ്മളവിടുന്ന് തിരിച്ചിറങ്ങാം കേട്ടോ. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നടന്ന് കയറിയപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്നിറങ്ങാൻ വിചാരിച്ചു. കയറ്റത്തിൻ്റെ അത്ര ബുദ്ധിമുട്ട് ഇറങ്ങണേനുണ്ടാവില്ലല്ലോ. അപ്പം തിരിച്ചിറങ്ങണമെങ്കിലും അവിടെ വണ്ടി ഉണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ വണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓൾക്ക് ആള് കംപ്ലീറ്റ് ആയാലും ഓല് എടുക്കും കേട്ടോ. ജീപ്പിൽ താഴോട്ട് ഇറക്കി തരും. ഒരാൾക്ക് 50 രൂപ എന്നാട്ടോ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.